വാഴ്ത്തപ്പെട്ട തേവർപ്പറമ്പിൽ കുഞ്ഞച്ചൻ. ജനനം 1891, മരണം 1973. അനകൃതരുടെ ഉന്നമനത്തിനായി അക്ഷീണം യത്നിച്ച ഈ കുറിയ മനുഷ്യൻ ചരിത്രം മറന്നുപോയ കേരള സഭയിലെ ഒരു നവോത്ഥാനദായകനാണ്. അദ്ദേഹത്തിൻ്റെ ബാഹ്യവും ആത്മീയവുമായ രീതികൾ കേരളത്തിലെ ജോൺ മരിയ വിയാനിയുടെ പുണ്യവാളന്റെ ജീവിതവുമായി സാമ്യമുള്ള ജീവിതകഥകളാണ് ഓർമ്മപ്പെടുത്തുന്നത്. തൊട്ടലിലും തീണ്ടലിലുമുള്ള ഒരു കാലഘട്ടത്തിൽ അധംകൃതരുടെ, പാവപ്പെട്ടവരുടെയും കുടുംബങ്ങളെ സക്രാരി എന്ന പോലെയാണ് അദ്ദേഹം അഹോരാത്രം ആ വീടുകളിൽ കയറിയിറങ്ങി നടന്നത്. പൗലോസ്ലീഹായെപ്പോലെ കേരളത്തിലെ വിജാതിരുടെ അപ്പസ്തോലൻ എന്ന അപരനാമവും അദ്ദേഹത്തിന് സമൂഹം ചാർത്തിക്കൊടുത്തു. വളരെ പൊക്കം കുറവായതിനാൽ അദ്ദേഹത്തിൻ്റെ സ്നേഹഭാജനങ്ങളായ അക്രൈസ്തവ സമൂഹം കുഞ്ഞച്ചൻ എന്ന ഓമന പേരിലാണ് വിളിച്ചിരുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ജനം സ്നേഹപൂർവ്വം കൽപ്പിച്ചു നൽകിയ കുഞ്ഞച്ചൻ എന്ന പേര് സ്വർഗവും അംഗീകരിച്ചതുപോലെയാണ് സഭയിൽ സാർവത്രികമായി അതേ പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ ഇടയായത്. 1921 പട്ടം സ്വീകരിച്ചെങ്കിലും കഠിന ജ്വരം നിരന്തരം അലട്ടിയതിനാൽ 1926 മുതൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇടവകയായ രാമപുരത്ത് തന്നെ വിശ്രമ ജീവിതം നയിക്കുവാൻ രൂപത അധികാരികൾ അനുവദിക്കുകയായിരുന്നു. എന്നാൽ സഭയ്ക്ക് ഏറെ പരിചിതമല്ലാത്ത ഒരു പുതിയ മിഷൻ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുവാൻ ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു. വിശുദ്ധ ചാവറയച്ചനും വിശുദ്ധ മറിയം ത്രേസ്യയും തുറക്കം കുടിച്ച ഇത്തരം പ്രവർത്തനത്തിന് പുതിയ നിറവും ഭാവവും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ നൽകി. 2008 ഭാരത സർക്കാർ ആരംഭിച്ച കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്രഥമ രൂപം വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ തുടങ്ങിവെച്ച പരസ്പര സഹായ ലഘു നിക്ഷേപ പദ്ധതി അന്ന് കാലത്ത് വിപ്ലവാത്മകമായ ഒരു പദ്ധതിയായിരുന്നു. പുതുക്രിസ്ത്യാനികൾക്ക് സർക്കാർ പദ്ധതികൾ നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ നിക്ഷേപ പദ്ധതി വലിയ ഒരു സഹായം തന്നെയായിരുന്നു. ഇതിലൂടെ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ഇടയാക്കുന്നതിൻ്റെ അംഗീകാരമായി ദളിത് മൂപ്പൻ എന്ന നാമവും സമൂഹം അദ്ദേഹത്തിന് കൽപ്പിച്ചു നൽകി. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ 1973 ഈ ലോകത്തോട് വിട പറഞ്ഞ അദ്ദേഹത്തെ 2006 ബെനഡിക്ട് 16 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം രാമപുരത്തെ സെന്റ് അഗസ്റ്റിൻ ഫൊറോന പള്ളിയിൽ അടക്കം ചെയ്തിരിക്കുന്നു.